മാസം മുൻപാണ് ഹെലിബറിയ കുടിവെള്ള പദ്ധതിയിൽ നിന്നും കുടിവെള്ളം എത്തിക്കുന്ന പൈപ്പ് പൊട്ടി ഏലപ്പാറ ചെമ്മൺ റോഡിൽ ഒടിച്ചുകുത്തി വളവിന് സമീപത്ത് റോഡിന്റെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞുപോയത്. സംരക്ഷണ ഭിത്തി ഇടിഞ്ഞതോടെ റോഡ് അപകടാവസ്ഥയിലായി. സംഭവം നടന്നിട്ട് മാസങ്ങൾ പിന്നിട്ടിട്ടും ഈ തകർന്ന ഭാഗത്തെ അറ്റകുറ്റപ്പണി ഇതുവരെയും ബന്ധപ്പെട്ടവർ നടത്തിയിട്ടില്ല. മുന്നറിയിപ്പ് ബോർഡ് സ്ഥാപിച്ചത് മാത്രമാണ് ഏക നടപടി. നിലവിൽ ഈ ഭാഗം വലിയ അപകട ഭീഷണിയാണ്. ഭാരവാഹനങ്ങൾ, ബസ്സുകൾ അടക്കമുള്ളവ ഇതുവഴി കടന്നു പോകുന്നതാണ്. സംരക്ഷണ ഭിത്തി തകർന്ന ഭാഗത്ത് ഒരേ സമയം എതിർദിശകളിൽ നിന്ന് 2 വാഹനം എത്തിയാൽ സൈഡ് കൊടുക്കുന്ന വേളയിൽ റോഡിന്റെ ഒരു ഭാഗം ഇടിയാൻ സാധ്യതയേറെയുമാണ്. കൂടാതെ ഈ റോഡിന്റെ താഴ്ഭാഗത്ത് ഏലത്തോട്ടം അടക്കമുള്ളതാണ്. ഇവിടെ തൊഴിലാളികൾ പണിയെടുക്കുന്നുണ്ട്. ഇവർക്കെല്ലാം ഭീഷണിയാണ്. ഏലപ്പാറ ഒടിച്ചുകുത്തി റോഡ് കൊച്ചുകരിന്തിരിക്ക് പോകുന്ന റോഡാണ്. ഒടിച്ചുകുത്തിയുടെ അവിടെ വെച്ച് ജപ്പാൻ കുടിവെള്ളത്തിൻ്റെ പൈപ്പ് പൊട്ടിയിട്ട് 1 മാസത്തോളമായി. അത് പൊട്ടി റോഡ് വിണ്ട് കീറുകയും താഴ്വശം ഇരിക്കുന്ന ഏലം ഒരു 500ഓളം ഏലം ഒലിച്ചു പോവുകയും ചെയ്തതാണ്. കെട്ട് ഇപ്പോൾ ഭീഷണിയില്ലാതെ നിൽക്കുന്നത്. അതിൻ്റെ താഴ്വശമായിട്ട് ഏലക്കാട്ടി പണിയാൻ പറ്റാത്ത അവസ്ഥയിലാണ് നിൽക്കുന്നത്. ഇത് ബന്ധപ്പെട്ട അധികാരികൾ ഉടനെ തന്നെ നടപടി എടുത്തില്ലെങ്കിൽ വൻ ദുരന്തം ഉണ്ടാകാനുള്ള സാധ്യത ഉള്ളതുകൊണ്ടാണ് ഇത് 2ാമതും വാർത്തയാക്കി കൊടുക്കുന്നത്. ഇത് അധികാരികൾ ഉടനെ കണ്ടെത്തി ഈ കെട്ട് ഉടനെ ചെയ്തു തരണമെന്നാണ് ഞങ്ങളുടെ ഒരു അഭ്യർത്ഥന. ബന്ധപ്പെട്ട അധികൃതരുടെ നേതൃത്വത്തിൽ ഈ ഭാഗത്തെ സംരക്ഷണ ഭിത്തി നിർമ്മാണം ഉടൻ നടത്തണമെന്ന ആവശ്യം ശക്തമായിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, ഏലപ്പാറ.